പിന്നീട് ഇതെങ്ങനെ അശ്ലീലമില്ലാതെ എടുക്കാമെന്നായി ചന്ദ്രകുമാറിന്റെ ചിന്ത. അപ്പോഴാണ് കുട്ടികളുടെ ബൈബിൾ എന്ന പേരിൽ ഒരു ചിത്രകഥ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടികളുടെ ബൈബിൾ ആയിരുന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതേ രീതി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്ന ചിന്തയായി പിന്നീട് അദ്ദേഹത്തിന്. പുലർച്ചെ 5 മണി മുതൽ കാടിനുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിച്ചു. 12 പേരടങ്ങുന്ന ഒരു ചെറു സംഘം മാത്രമാണ് യൂണിറ്റിൽ ഉണ്ടായിരുന്നത്. വലിയ വലിയ ലൈറ്റുകളോ റിഫ്ലക്ടറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. യൂണിറ്റിൽ ഉണ്ടായിരുന്നവരുടെ വെള്ള മുണ്ടുകളാണ് റിഫ്ലക്ടറുകളായി ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ചിത്രത്തിന് തിരക്കഥയില്ലായിരുന്നു എന്നതാണ്. ആദിമ മനുഷ്യരുടെ കഥ പറയുന്നത് കൊണ്ട് തന്നെ പക്ഷികളെയും പൂമ്പാറ്റകളെയും ചിത്രീകരിച്ച് സിനിമ ഫില്ല് ചെയ്യാനുള്ള ബുദ്ധി ഉപയോഗിച്ചിരുന്നു അദ്ദേഹം. കാസർഗോഡ് അതിർത്തിയിലുള്ള ഉപ്പള കടപ്പുറത്ത് അസ്തമയം ചിത്രീകരിച്ചു. അന്ന് അവിടെ ഉണക്കാനിട്ടിരുന്ന മീനുകളിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന പുഴുക്കളെ തിന്നാൻ വരുന്ന കാക്കകളെ ഓടിച്ച് ചുവന്ന അസ്തമയ സൂര്യന് കുറുകെ പറക്കുന്ന കാക്കക്കൂട്ടങ്ങളുടെ മനോഹര ദൃശ്യം പകർത്തി. മംഗലാപുരത്തിനടുത്തുള്ള ഉള്ളാൾ കടപ്പുറം മരുഭൂമിയാക്കിയും ചന്ദ്രകുമാർ അത്ഭുതം സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത വെറും 10 ലക്ഷം രൂപയിൽ താഴെ മാത്രം മുതൽ മുടക്കിയ ചിത്രം 2.5 കോടിയോളം കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റായി മാറി. ബൈബിളിനെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമായിരുന്നതുകൊണ്ട് തന്നെ സെൻസർ ബോർഡിൽ 4 ക്രിസ്തീയ പുരോഹിതരുണ്ടായിരുന്നു. അവർ കൂടി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ചിത്രം റിലീസ് ചെയ്തത്. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത് RB ചൗധരി നിർമ്മിച്ച് വിമൽ രാജും അഭിലാഷയും അഭിനയിച്ച സൂപ്പർ ഫിലിം ഇന്റർനാഷണലിന്റെ 1988 സെപ്റ്റംബർ 10 റിലീസ് ചെയ്ത 1 മണിക്കൂർ 27 മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ആദ്യ പാപം.